എൻ്റെ ലാസ്റ്റത്തെ വീഡിയോയിൽ ആ ഒരു ഹെഡ്ഫോൺ എങ്ങനെയാണ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ യൂസ് ചെയ്ത് ഒരു ആൻറ്റി നോയിസ് വരുന്ന നോയിസിനെതിരെ ഒരു ആൻറ്റി നോയിസ് പ്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെയാണ് നോയിസിനെ ബ്ലോക്ക് ഔട്ട് ആക്കുന്നത് എന്നുള്ള ആ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം നോയിസ് ഇവിടെ നിന്ന് ഒരു സൗണ്ട് വരുന്നു, അതിനെതിരെ വേറൊരു സൗണ്ട് നമ്മുടെ ഹെഡ്ഫോൺ അതിനെതിരെ ഓപ്പോസിറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സൗണ്ട് നമ്മൾ വീണ്ടും ഇരട്ടി കേൾക്കുകയല്ലേ ഉള്ളൂ. അത് രണ്ട് സൗണ്ടും കൂടെ കൂട്ടുമുട്ടി എങ്ങനെയാണ് അത് ക്യാൻസൽ ഔട്ട് ആയി പോകുന്നത് അല്ലേ? അപ്പൊ നമ്മളത് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. അതിനെ ശകലവും കൂടി ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൗണ്ടിനെ സൗണ്ടായിട്ട് ഇമാജിൻ ചെയ്യാണ്ട് സൗണ്ടിനെ നമ്മുടെ മുന്നിലുള്ള എയർ പാർട്ടിക്കിൾസിൽ ഉണ്ടാകുന്ന പ്രഷറിലുള്ള വേരിയേഷനായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം. അതായത് സൗണ്ട് എന്ന് പറയുന്നത് ഒരു തരം ഫോഴ്സ് ആണ്. എയർ പാർട്ടിക്കിൾസിൽ ആ ഒരു ഫോഴ്സ് വന്ന് അവിടുത്തെ പ്രഷറിൽ വേരിയേഷൻ ഉണ്ടായി അവിടുത്തെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്ത് നമ്മൾ സൗണ്ടായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചിരുന്നാൽ മതി. ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് വരികയാണ്, അതിന് ഈക്വൽ ആയിട്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് അതിനെതിരെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? രണ്ടും ഇടിച്ച് സ്റ്റോപ്പ് ആകത്തില്ലേ? ക്യാൻസൽ ഔട്ട് ആകും. ഇപ്പൊ മനസ്സിലായോ? അപ്പം ഒരു ഫോഴ്സ് ആയിട്ടുള്ള സൗണ്ട് ഇവിടെ നിന്ന് വരുന്നു, അതായത് നോയിസ് ഇവിടെ നിന്ന് വരുന്നു. അപ്പൊ അതിന് ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള മറ്റൊരു ഫോഴ്സ്, മറ്റൊരു ആന്റി നോയിസ് ഇവിടെ നിന്ന് ഹെഡ്ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ രണ്ടും കൂടെ ഇടിച്ച് അത് ക്യാൻസൽ ഔട്ട് ആയി പോകുന്നു. ആ രണ്ട് പ്രഷറും രണ്ട് ഫോഴ്സും ഒരുപോലെ വരുമ്പോൾ രണ്ടും ക്യാൻസൽ ഔട്ട് ആയി പോകുന്നു. അപ്പോൾ അതിനെ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ശകലവും കൂടി അത് മനസ്സിലാക്കാൻ പറ്റും. സത്യോ? എനിക്ക് വന്ന മറ്റൊരു ചോദ്യമാണ്, ഇതേ മെത്തേഡാണോ ഹിയറിംഗ് എയ്ഡ്സിലും യൂസ് ചെയ്യുന്നത്? അല്ല. ഹെഡ്ഫോണിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഹെഡ്ഫോൺ അവിടെ ഒരു ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ, പുറമേ നിന്ന് വരുന്ന ശബ്ദങ്ങളിൽ അതിപ്പോൾ നോയിസ് ആകട്ടെ സ്പീച്ച് ആകട്ടെ എന്ത് വന്നാലും അതിനെ ബ്ലോക്ക് ചെയ്യുക, അതിനെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് ഹെഡ്ഫോണിലുള്ളത്. പക്ഷേ ഹിയറിംഗ് എയ്ഡ്സിന് അങ്ങനെയാണോ? അല്ല. ഹിയറിംഗ് എയ്ഡ്സിന് പുറമേ നിന്ന് വരുന്ന ശബ്ദങ്ങളിൽ സ്പീച്ച് ചെയ്ത് നോയിസ് എന്നുള്ളതെല്ലാം അനലൈസ് ചെയ്തിട്ട് നോയിസിനെ മാത്രം വേണം അതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഹെഡ്ഫോണിൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സിൽ ഡിജിറ്റൽ നോയിസ് റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. രണ്ടിലും രണ്ട് രീതിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്.